ഹായ് ഹലോ എല്ലാവർക്കും ഷാരൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് തോരനാണ്. ഗാർഡൻ ഫ്രഷാണ് കേട്ടോ. ഇപ്പോൾ പറിച്ചോണ്ട് വന്നേ ഉള്ളൂ. ഇതിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനം നോക്കാം. വാഴക്കൂമ്പ് ഒരെണ്ണം, ഒരു തേങ്ങയുടെ പകുതി ചെരക്കിയത്, കറിവേപ്പില, ജീരകം ഒരു നുള്ളു മതിയാവും. പിന്നെ മുളക്, ചുമന്ന മുളക് 2 എണ്ണം, പച്ചമുളക് 1 എണ്ണം, ചുമന്ന മുളക് 2 എണ്ണം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് കൂമ്പ് നന്നായിട്ട് കൊത്തി അരിയണം. ഇതുപോലെ അരിയണം. എന്നിട്ട് വെളിച്ചെണ്ണ ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ അതിൽ ഒഴിച്ച് കുറച്ച് നേരം വയ്ക്കണം. അതിൻ്റെ കറയൊക്കെ മാറി കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് എണ്ണ അതിൽ പിടിപ്പിക്കുക. ഒരു അരമണിക്കൂറോളം ഇങ്ങനെ എണ്ണ ഒഴിച്ച് കുഴച്ച് വയ്ക്കണം. നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരയ്ക്കാം. ഒരു തേങ്ങയുടെ പകുതി മുറി തേങ്ങ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ചുമന്ന മുളക് 2 എണ്ണം ഇടാം. പച്ചമുളക്, ഒരു നുള്ള് ജീരകം. ഇത്രയായിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം അതിലിട്ടേക്കുന്ന മുളകെല്ലാം അരഞ്ഞ് പാകത്തിന് അരയുന്ന വരെ നമ്മൾ അരയ്ക്കാൻ പാടുള്ളൂ. ഒരുപാട് ഇതായിട്ട് അരയാൻ പാടില്ല. തോരൻ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളങ്ങ് ഭയങ്കര പേസ്റ്റ് രൂപത്തിലൊന്നും ആക്കില്ലല്ലോ. ആ ഒരു പാകത്തിന് അരച്ചെടുക്കുക. നമ്മൾ നേരത്തെ എണ്ണ പരട്ടി വെച്ചേക്കുന്ന അതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. കുറച്ച് ഉപ്പ്, 1 സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. ഞാനിവിടെ 1 സ്പൂണാണ് ചേർത്തേക്കുന്നത്. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി ചേർക്കണം കൈ കൊണ്ട്. ഒരല്പം കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ കീറിയിടുന്നുണ്ട്. ഇനി കൈ കൊണ്ട് ഇത് നന്നായിട്ട് യോജിപ്പിക്കുക. ഉപ്പും മഞ്ഞളും എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കൈകൊണ്ട് നന്നായിട്ട് ഇത് യോജിപ്പിക്കണം. നമുക്ക് അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ചേർത്ത് യോജിപ്പിക്കാം. സാധാരണ നമ്മൾ തോരനുണ്ടാക്കുമ്പോൾ ഒരു പകുതി വേവൊക്കെ ആകുമ്പോഴാണ് തേങ്ങ ചേർക്കണത്. പക്ഷേ വാഴക്കൂമ്പിന് നമുക്ക് ആദ്യമേ തന്നെ ഇങ്ങനെ തേങ്ങ ചേർത്ത് എടുത്ത് എല്ലാം യോജിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്.
എല്ലായിടത്തും തേങ്ങയും മഞ്ഞളും ഉപ്പും ഒക്കെ പറ്റിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന അവസാനം തേങ്ങ ഇടുന്നത് ആദ്യമേ തേങ്ങ ഇടും, അത്രേ വ്യത്യാസമുള്ളൂ. ഇതായിരിക്കുകയാണ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് ചൂടാക്കാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കടുകിടാം. കടുക് കുറച്ച് ഞാൻ ഇവിടെ ഇടുന്നുള്ളൂ. ആ ചെറിയ സ്പൂണിലൊരു പകുതി സ്പൂണ് ഞാൻ എടുത്തിട്ടുള്ളൂ, അത്രയും മതി. ഞാൻ ഇതിലേക്ക് ഇനി കുറച്ച് അരി ഇടുകയാണ്. അരി ഇതിലൊരു മസ്റ്റായിട്ട് വേണ്ടൊരു സാധനം കേട്ടോ. തോരനിൽ, വഴക്കൂമ്പ് തോരനിൽ നമ്മൾ ഇടുന്ന ഒരു അത്യാവശ്യം വേണ്ടൊരു സാധനമാണ് ഈ അരി. ആരും കുറച്ച് നമ്മൾ ഇടുന്നുള്ളെങ്കിലും അതിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പെട്ടെന്നാവുകയും ചെയ്യും. മുളകും ഒരു മുളകേ ഇട്ടിട്ടുള്ളൂ. നമ്മൾ ഓൾറെഡി മുളക് ചേർത്ത് അരച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ആ യോജിപ്പിച്ച് തേങ്ങയും എല്ലാം ഇട്ട് യോജിപ്പിച്ച് വെച്ചേക്കുന്ന ആ വഴക്കൂമ്പ് അരിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കണം. നമുക്ക് കുറച്ച് നേരം ഇത് ഇനി അടച്ച് വെക്കണം. ഒരു 10-15 മിനിറ്റ് ഓളം വച്ചാൽ മതി. വഴക്കൂമ്പ് തോരൻ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.